ഇന്ന് മിക്ക രക്ഷിതാക്കളും വളരെ ലാഘവത്തോടെ അവരുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒന്നാണ് ചായ അല്ലെങ്കിൽ കോഫി. പക്ഷേ ഇതിലുള്ള ഹെൽത്ത് കൺസേൺസിനെ പറ്റി പലരും അവെയർ അല്ല എന്നുള്ളതാണ് വസ്തുത. കുറഞ്ഞത് 12 വയസ്സ് വരെയെങ്കിലും ചായ, കോഫി പോലുള്ള കഫീൻ അടങ്ങിയിട്ടുള്ള ഡ്രിങ്ക്സ് കുട്ടികൾക്ക് കൊടുക്കരുതെന്നാണ് വിദഗ്ധർ പറയുന്നത്. അപ്പോൾ 1-2 വയസ്സുള്ള കുട്ടികൾക്ക് വരെ കൊടുക്കുന്ന ഇന്നത്തെ സെനാരിയോ എത്ര കണ്ട് നമ്മൾ ഭയക്കണം എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ചായ, കോഫി എന്നിവയിൽ അടങ്ങിയിട്ടുള്ള ടാനിൻസും പോളിഫിനോൾസും ആണ് ഇതിന് പ്രധാന കാരണം. നമ്മൾ ചായ കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സ്റ്റിമുലേഷന് കാരണം അതിലടങ്ങിയിട്ടുള്ള കെഫീനാണ്. ഈ കെഫീൻ കുട്ടികളിൽ ഭയങ്കര സെൻസിറ്റീവാണ്. ചെറിയ അളവിലെത്തുന്ന കെഫീൻ പോലും കുട്ടികളിൽ ഉണ്ടാക്കുന്ന എഫക്ട്സ് ഭയങ്കര വലുതാണ്. ഉറക്കമില്ലായ്മ, ആങ്സൈറ്റി ഇവയൊക്കെയാണ് പ്രധാനമായും കണ്ടുവരുന്നത്. രണ്ടാമത്തെ കാര്യം, ചായയിലും കോഫിയിലും അടങ്ങിയിട്ടുള്ള ടാനിൻസ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ അയണുമായി ചേർന്ന് നിൽക്കും. ഇതുമൂലം അയൺ അബ്സോർപ്ഷൻ നടക്കാതിരിക്കുകയും അതുവഴി ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസും അനീമിയയും ഉണ്ടാകുന്നു. ഇത് കുട്ടികളുടെ വളർച്ചയെയും രോഗപ്രതിരോധ ശേഷിയും മോശമായി ബാധിക്കുന്നു എന്നതിൽ യാതൊരു സംശയമില്ല. പിന്നെ ഈ ടാനിൻസ് അയണിൻ്റെ മാത്രമല്ല, കാൽഷ്യം അബ്സോർപ്ഷൻ കൂടി കുറക്കുന്നുണ്ട്. കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചിട്ടും കാൽഷ്യം ബോഡിയിൽ അബ്സോർബ് ആവണമെന്നില്ല. ഈ പറഞ്ഞത് മുതിർന്നവർക്കും ബാധകമാണ്. അതുകൊണ്ടാണ് ഭക്ഷണത്തിന് മിനിമം 1 മണിക്കൂർ മുമ്പോ 1 മണിക്കൂർ ശേഷമോ മാത്രം ചായ കുടിക്കുക എന്ന് ഡോക്ടേഴ്സ് പറയുന്നത്. കഴിവതും കുട്ടികളുടെ ചായ കുടിശീലം ഒഴിവാക്കുക. മുതിർന്നവർ മിതമായ രീതിയിൽ കുടിക്കാൻ ശ്രമിക്കുക.